നഗരത്തിന്റെ വലിയ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഒരു ചെറിയ കുടിലിലാണ് രമ കഴിഞ്ഞിരുന്നത്. അവരുടെ സ്വത്തെന്ന് പറയുന്നത് ഒരു പഴയ കട്ടിലിലും പൊട്ടിപ്പൊളിഞ്ഞ കുറച്ച് മൺപാത്രങ്ങളിലും ഒരു ചെറിയ ഗ്യാസ് അടുപ്പിലുമായി ഒതുങ്ങിയിരുന്നു. രമയ്ക്ക് കഷ്ടിച്ച് 20 വയസ്സ് കാണും. പക്ഷേ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം അവളെ ചെറുപ്പത്തിൽ തന്നെ പക്വതയുള്ളവളാക്കി. അവളുടെ അച്ഛൻ ഈ ലോകത്തുണ്ടായിരുന്നില്ല. വീട് നടത്തിക്കൊണ്ടുപോകേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും അവളുടെ ചുമലിലായിരുന്നു. അവൾ പലയിടത്തുമായി പലതരം ജോലികൾ ചെയ്തിരുന്നുവെങ്കിലും ഏതും മനസ്സിന് പിടിച്ചിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രമ തന്റെ കുടിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവളുടെ ശ്രദ്ധ ഒരു മൂലയിൽ കിടന്ന പത്രത്തിലേക്ക് പോയി. അതിൽ ഒരു ഗംഭീര റെസ്റ്റോറന്റിന്റെ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട പരസ്യമുണ്ടായിരുന്നു. ചില്ലി പനീർ, ഇത്രയും വില കൂടിയ ഭക്ഷണോ? അങ്ങനെയുള്ളതൊക്കെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? അവളുടെ അമ്മ കാന്താദേവി കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവർ രമയുടെ ഭാവം ശ്രദ്ധിച്ചു. എന്തു പറ്റി മോളെ? എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല അമ്മേ, ഞാൻ ഈ പത്രം നോക്കുകയായിരുന്നു. ടൗണിലുള്ളവർ എന്തൊക്കെ തരം ഭക്ഷണങ്ങളാ കഴിക്കുന്നത്. ഈ ഒരു പ്ലേറ്റ് ചില്ലി പനീറിന് നമ്മുടെ ഒരു ദിവസത്തേക്കുള്ള ചിലവിന് വേണ്ട തുകയേക്കാൾ കൂടുതലാണ്. അതൊക്കെ പണക്കാരുടെ ഓരോ വേഷം കെട്ടുകളാ മോളെ. നമ്മുടെ സാധാരണ ഭക്ഷണം അതിനേക്കാൾ എത്രയോ നല്ലതാണ്. കാരണം അതിന് സ്നേഹത്തിന്റെ രുചിയുണ്ട്. രമയ്ക്ക് അമ്മയുടെ വാക്കുകൾ പ്രചോദനമായി. സത്യത്തിൽ കുട്ടിക്കാലം മുതൽക്കേ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അവൾക്കാണെങ്കിൽ അപാര കൈപുണ്യം ഉണ്ടായിരുന്നു. അമ്മയുടെ വാക്കുകൾ കൂടിയായപ്പോൾ അവൾ ചിന്തിച്ചു, എന്തുകൊണ്ട് തന്റെ കൈപുണ്യവും കുറച്ച് നാടൻ സാധനങ്ങളുമായി ഒരു സാധാരണ ചില്ലിപ്പനീർ ഉണ്ടാക്കിക്കൂടാ? വലിയ മുളകില്ലാത്തതുകൊണ്ട് അവൾ പച്ചമുളകും ഉള്ളിയും ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പനീർ വാങ്ങിക്കാനും പൈസ കുറവായിരുന്നു. അപ്പോൾ അവൾ അനിയത്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന പാലിൽ നിന്ന് കുറച്ച് പനീർ, അങ്ങനെ പിറ്റേ ദിവസം അവൾ താനുണ്ടാക്കിയ വിഭവം വിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കി. ടേബിളിൽ അവളൊരു പോസ്റ്ററും ഒട്ടിച്ചുവെച്ചു. പാവപ്പെട്ടവരുടെ ചില്ലിപ്പനീർ, 30 രൂപ മാത്രം. അപ്പോൾ ഒരു റിക്ഷാ സവാരിക്കാരൻ അവളുടെ കടയുടെ അടുത്തേക്ക് വന്ന് അവളോട് ചോദിച്ചു, ഈ ചില്ലി പനീർ എന്താ പെങ്ങളെ? ഇതൊരു ഭക്ഷണ പദാർത്ഥമാണ്. ചില്ലി എന്ന് പറഞ്ഞ മുളക്, പനീർ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ. അല്ല, ഇതിന്റെ പേര് കേട്ടിട്ട് വലിയ ആളുകളൊക്കെ കഴിക്കുന്ന ഭക്ഷണമെന്ന് തോന്നുന്നു. വലിയ ഹോട്ടലിലൊക്കെ കിട്ടുന്ന. നമുക്ക് വല്ല ചപ്പാത്തിയോ പരിപ്പൊക്കെ ധാരാളം. ചേട്ടാ, ഒരു തവണ ഒന്ന് രുചിച്ചു നോക്കൂ. ഇത് പാവപ്പെട്ടവർക്കുള്ള ചില്ലി പനീറാ. നാടൻ രുചിക്കൂട്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയതാ. ഇഷ്ടപ്പെട്ടാൽ മാത്രം പൈസ തന്നാ മതി. രമയുടെ ആത്മവിശ്വാസം കണ്ട് അതൊന്ന് രുചിച്ചു നോക്കാൻ അയാൾ തീരുമാനിച്ചു. രമ നല്ല ചൂടുള്ള ചില്ലി പനീർ അയാൾക്ക് വിളമ്പി. ആ ചില്ലി പനീർ അല്പം കഴിച്ചപ്പോൾ തന്നെ ആ റിക്ഷാക്കാരന്റെ കണ്ണുകൾ തിളങ്ങി. അയാളുടെ മുഖം വിടർന്നു. അല്ല പെങ്ങളെ, ഇത് കൊള്ളാലോ. ഇതിൽ നാടന്റെ രുചിയും ചൈനീസിന്റെ രുചിയും ഒരുപോലെയുണ്ട്. എരിവും മധുരവും പുളിയും എല്ലാം ഉണ്ട്. നല്ല സ്വാദുണ്ടെങ്കിലും വിലക്കുറവെന്താ? ചേട്ടാ, ഞാൻ പണക്കാരിയല്ല. ഇത് എന്റെ അമ്മയുടെ മരുന്നിന്റെ പണമാണ്. എന്നാലും എന്നെപ്പോലുള്ള പാവങ്ങളും വയറ് നിറച്ച് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ രുചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കടയെപ്പറ്റി എല്ലാവരോടും ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഇത് 50 രൂപ, 30 ഭക്ഷണത്തിനും 20 കഷ്ടപ്പാടിനും. സാവധാനം രമയുടെ കട പ്രസിദ്ധി ആർജിച്ചു. പാവപ്പെട്ടവരുടെ ചില്ലിപ്പനീർ ഒരു സംസാര വിഷയമായി. ആളുകൾ പലയിടങ്ങളിൽ നിന്നും അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അവളുടെ രസികൻ ചട്നിയുടെയും വലിയ ഹോട്ടലിലെ വിഭവങ്ങളെ പോലും വെല്ലുന്നതായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ വഴിയിലൂടെ ധനവാനും അത്യാഗ്രഹിയുമായ വ്യാപാരിയായിരുന്ന സേഠ് കിഷൻലാൽ തന്റെ വില കൂടിയ കാറിൽ പോവുകയായിരുന്നു. അപ്പോൾ രമയുടെ കടയ്ക്ക് ചുറ്റുമുള്ള ആൾക്കൂട്ടം കണ്ട് അയാൾ തന്റെ വണ്ടി നിർത്തി. അല്ല, ഇവിടെ എന്താ ഇത്ര തിരക്ക്? ഈ വൃത്തികെട്ട തെരുവിൽ എന്താ ഇങ്ങനെ വിൽക്കാൻ? ദീപക്കെ ഒന്ന് പോയി നോക്കിയേ, എന്താ ഇവിടെ ഇത്ര തിരക്കെന്ന്? സേട്ട് പറഞ്ഞത് കേട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്നറിയാൻ വേണ്ടി ഡ്രൈവർ ചെന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്ന് സേട്ടിനോട് പറഞ്ഞു, സാറേ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ. അവള് ചില്ലി പനീർ ഉണ്ടാക്കി വിൽക്കുക. നല്ല സ്വാദുണ്ട്. എന്ത് തിരക്കാണെന്നറിയോ? കിഷൻലാൽ സേട്ടിന് ദേഷ്യം വന്നു. ഈ ചെറിയ കടയിലുള്ള അത്രയും തിരക്ക് തന്റെ വലിയ റെസ്റ്റോറന്റിലില്ലല്ലോ എന്ന് അയാൾക്ക് തോന്നി. അയാൾ രമയുടെ അടുത്ത് ചെന്ന് സാവധാനം പറഞ്ഞു, എടി പെണ്ണേ, എന്ത് വേഷം കേട്ടാ ഇവിടെ? ചില്ലി പനീർ എന്റെ റെസിപ്പിയാ. നിന്നെ പോലുള്ളവർക്കൊന്നും ആ പേര് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് എന്റെ സ്ഥലമാ. നാളെ മുതലൂടെ കച്ചവടം വേണ്ട. സാറേ, ഞാൻ മോഷണമൊന്നും നടത്തിയിട്ടില്ല. പാവപ്പെട്ടവരുടെ ചില്ലിപ്പനീരാ. എന്റെ അധ്വാനം കൊണ്ട് സമ്പാദിച്ചതാ. ഞാൻ നിങ്ങളുടെ സ്ഥലമൊന്നും അപഹരിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി കുറച്ച് സ്ഥലമുണ്ടാക്കിയെന്നേ ഉള്ളൂ. മിണ്ടാതിരിക്കേ. നാളെ നിന്നെ ഇവിടെ കണ്ടാ പോലീസിനെ വിളിക്കും. എല്ലാം തല്ലി പൊളിക്കും. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി സേട്ടു അവിടെ നിന്ന് പോയി. ആ ഭീഷണി കേട്ട് രമയാകെ തകർന്നുപോയി. അവൾ കട നിർത്തലാക്കി വീട്ടിൽ വന്ന് കരഞ്ഞു. എന്തു പറ്റുമോളെ? എന്താ കണ്ണൊക്കെ ചോന്നിരിക്കുന്നത്? അമ്മേ, എന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നുപോയി. ഇനി ഞാൻ അവിടെ കട കൊണ്ടെന്ന് വെച്ചാൽ അയാളെല്ലാം തകർത്ത് കളയും. അയാൾ പറയുന്നത് ചില്ലി പനീർ വിൽക്കാൻ പണക്കാർക്ക് മാത്രമേ അവകാശമുള്ളൂന്നാ. രമ ഇങ്ങനെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്തുനിന്നും റിക്ഷാക്കാരൻ മങ്കു എത്തി. പെങ്ങളെ, കട എന്താ മാറ്റിയേ? എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് അവിടെ. എന്ത് ചെയ്യാനാ ചേട്ടാ, ആ സേട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുക. നമ്മള് പാവങ്ങളാ, പക്ഷെ ഭീരുക്കളല്ല. ഈ പട്ടണം അയാളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല. പെങ്ങളുണ്ടാക്കിയത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല. നാളെ ഞങ്ങൾ എല്ലാവരും കടയുടെ അടുത്തുണ്ടാകും. നോക്കാലോ അയാൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. അങ്ങനെ അടുത്ത ദിവസം രമ ധൈര്യത്തോടെ കട തുറന്നു.
അപ്പോൾ അവൾക്കൊപ്പം മങ്കു മാത്രമല്ല, പ്രദേശത്തുള്ള കുറെ ആളുകളും അവളുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നു. അവർ അവളുടെ ശക്തിയായി മാറി. അല്പം കഴിഞ്ഞപ്പോൾ കിഷൻലാൽ സേട്ട് തന്റെ കുറച്ച് ഗുണ്ടകളുമായി അവിടെ എത്തി. നീയൊക്കെ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. സാറേ, നിങ്ങൾ പണക്കാരനായിരിക്കാം, പക്ഷെ നേരും നിറവും സ്വാദൊന്നും വിലയ്ക്ക് വാങ്ങാൻ കിട്ടില്ല. പെങ്ങളുടെ ചില്ലി പനീറിന് സ്വാദും ഉണ്ട്, വിലയും കുറവാ. നിങ്ങൾ പണക്കാർക്ക് ഹോട്ടൽ നടത്തിക്കോ, ഇത് ഞങ്ങൾ പാവങ്ങൾക്കുള്ളതാ. എല്ലാവരും മാറ്, ഈ തട്ട് ഞാനിന്ന് പൊളിക്കും. സേട്ടു ആ കടയുടെ നേർക്ക് തന്റെ കൈ നീട്ടിയതും മറ്റൊരു കൈ വന്ന് അത് തടഞ്ഞു. ഇതിലെ പ്രശസ്തനായൊരു ഫുഡ് വ്ളോഗറായിരുന്നു. രമയുടെ ചില്ലി പനീറിനെ കുറിച്ച് കേട്ട് അവിടെ എത്തിയതായിരുന്നു. അല്ല സാറ് നിന്നേ, ഈ പെൺകുട്ടിയുടെ കഷ്ടപ്പാടും അവരുടെ ചില്ലി പനീറിന്റെ സ്വാദ് ഞാൻ എന്റെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവരെന്തെങ്കിലും ചെയ്താ സാർ ഈ ലോകത്തിന് മുന്നിൽ നാണം കിടും കേട്ടോ. സ്വാദാരനും കുത്തകയല്ല കേട്ടോ. കിഷൻലാൽ സേട്ട് നാണിച്ചുപോയി. ഇത്രയും ആളുകളുടെയും മീഡിയയുടെയും നടുവിൽ വെച്ച് അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അയാൾ ഒന്നും മിണ്ടാതെ തന്റെ ഗുണ്ടകളുമായി സ്ഥലം കാലിയാക്കി. രമ സന്തോഷത്തോടെ എല്ലാവരെയും നോക്കി. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. നിങ്ങൾ എന്നെ രക്ഷിച്ചത് എന്റെ കട മാത്രമല്ല, എന്റെ ആത്മവിശ്വാസം കൂടിയാണ്. പെങ്ങളെ, ഇത് നിങ്ങളുടെ വിജയമല്ല, ഞങ്ങളുടെ വിജയം. ഇനി ഒന്നും ആലോചിക്കണ്ട, എല്ലാ ദിവസവും നല്ല അടിപൊളി ചില്ലി പനീർ ഞങ്ങൾക്കുണ്ടാക്കിത്താ. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ രമയുടെ കഥ പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വൈറലായി. ആളുകൾ അവളെ ചില്ലി പനീർ ചേച്ചി എന്ന് വിളിച്ചു തുടങ്ങി. ഇപ്പോൾ അവൾക്ക് അവളുടെ അമ്മയ്ക്ക് നല്ല ചികിത്സ കൊടുക്കാൻ കഴിയുന്നുണ്ട്. രമ അമ്മയുടെ കയ്യിൽ താക്കോൽ വെച്ചുകൊടുത്ത് ഇങ്ങനെ പറയുന്നു: അമ്മേ, നോക്കൂ, ഇത് അമ്മയുടെ സ്നേഹവും ആ മങ്കുച്ചേട്ടന്റെ ധൈര്യവും കൊണ്ട് ഞാനുണ്ടാക്കിയ സ്വപ്നമാണ്. എളിമയിലും നല്ലൊരു രുചി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നീ ശരിക്കും തെളിയിച്ചു. അന്നത്തോടെ കഴിവും അധ്വാനവും പ്രത്യേകിച്ച് ആരുടെയും കുത്തകയല്ലെന്ന് രമ തെളിയിച്ചു. ആത്മാർത്ഥമായ ശ്രമമുണ്ടെങ്കിൽ വിജയത്തിനു മുന്നിൽ ദാരിദ്ര്യത്തിനും തടസ്സമാകാനാവില്ല. സന്ദീപിന്റെ ചേട്ടത്തി സുനിത വളരെ അഹങ്കാരിയായിരുന്നു. സന്ദീപിന് അച്ഛനും അമ്മയില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ സന്ദീപ് ചേട്ടനും ചേട്ടത്തിയും കൂടെയായിരുന്നു താമസിച്ചത്. സന്ദീപിന് ചേട്ടത്തിയുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് എപ്പോഴും വിഷമമായിരുന്നു. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയല്ലേ, എപ്പോഴും ഇവിടുത്തെ ജോലി ചെയ്തോണ്ടിരിക്കണം. എല്ലാ തുണികളും വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം നിനക്ക് ഓർമ്മ വരുന്ന നിന്റെ ഷർട്ട് കഴുകണമെന്ന്. സുനിത ചേട്ടത്തി, അത് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ, തുണി കഴുകാൻ പോകുന്ന സമയത്ത് എന്നോട് പറയണമെന്ന്. ഞാൻ വല്ല ടിവിയോ റേഡിയോ വല്ലതോ ആണോ? ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ? ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് നോക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവാ. ഞാൻ നിന്റെ വേലക്കാരിയൊന്നുമില്ല നിന്റെ കാര്യങ്ങൾ നോക്കാൻ. അപ്പുറത്ത് താമസിക്കുന്ന ശിഖ ഇതെല്ലാം കേട്ട് പേടിച്ചവിടെ വരും. സന്ദീപ്, അച്ഛന് ഒട്ടും വയ്യാണ്ടിരിക്കുക. അച്ഛനൊന്നും മിണ്ടുന്നില്ല. എന്ത്? അതെ, ഞാൻ നോക്കട്ടെ, നീ വിഷമിക്കണ്ട. സന്ദീപും ശിഖയും അയൽപ്പക്കക്കാരാണെങ്കിലും നല്ല സുഹൃത്തുക്കളായിരുന്നു. ചെറുപ്പം തൊട്ടേ കളിച്ചു വളർന്നവരായിരുന്നു. ശിഖ പണ്ടുമുതലേ വിഷമത്തിലാണ് വളർന്നു വന്നത്. ആദ്യം ശിഖയുടെ അമ്മ മരിച്ചുപോയി. ഇപ്പതാ അച്ഛന്റെ തണലും അവളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ശിഖയുടെ അച്ഛൻ അങ്ങനെ മരിച്ചുപോയി. പക്ഷെ അച്ഛൻ പോകുന്ന സമയത്ത് ശിഖേനെ സന്ദീപിന്റെ കയ്യിലേൽപ്പിച്ചു. ദാണ്ട കിടക്കണു. ആദ്യം ഒരുത്തനെ സഹിച്ചാ മതിയായിരുന്നു, ഇപ്പൊ ഒരാളും കൂടെ. കല്യാണം കഴിച്ചതൊരു പിച്ചക്കാരിയെ, ശ്രീധനായിട്ട് ഒന്നും തന്നില്ല. സുനിത പറഞ്ഞത് രണ്ടുപേരും കേട്ടു. കുറച്ചു ദിവസത്തേക്ക് സുനിത എപ്പോഴും അവരെ ഓരോ കാര്യത്തിനായി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സുനിത ചേട്ടത്തി, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ കേൾക്കുന്നതാ ചേട്ടത്തിയുടെ ഈ കുറ്റം പറച്ചില്. ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൂടെ? എന്നാ ശിഖ, നമുക്ക് നിന്റെ വീട്ടിൽ പോയി താമസിക്കാം. അങ്ങനെ സന്ദീപ് സ്വന്തം വീട് വിട്ട് വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്ന ശിഖയുടെ വീട്ടിലേക്ക് താമസം മാറി. ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതേനെ, അച്ഛൻ ചെയ്ത ജോലി ചെയ്യാമോ? അച്ഛൻ ചന്തയില് മട്ടർ പനീരും പൂരിയും വിൽക്കുമായിരുന്നു. ചന്തയിൽ അച്ഛനെ എല്ലാവർക്കും അറിയാം. അച്ഛൻ ചെയ്ത പോലെ തന്നെ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തേലും ജോലി അത്യാവശ്യമല്ലേ? നിനക്ക് വളരെ ബുദ്ധിമുട്ടായല്ലേ ശിഖ? എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എല്ലാം നീ തന്നെ ചെയ്യേണ്ടി വരുമല്ലേ? അങ്ങനെ സന്ദീപ് ജോലി ചെയ്യാനായിട്ട് കുറച്ച് പൈസ കടം വാങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അമ്മായിയച്ഛൻ ചെയ്ത ജോലി സന്ദീപ് ചെയ്യാൻ തുടങ്ങി. ചന്തയില് അവൻ മട്ടർ പനീരും പൂരിന്റെയും തട്ടുകട തുടങ്ങി. വീട്ടിലെല്ലാം ജോലി തീർത്ത് വൈകിട്ടാവുമ്പോ ശിഖ അവിടെ എത്തും. സന്ദീപിനെ സഹായിക്കാനായി അവളും അവിടെ ഉണ്ടാകും. ആദ്യം ഇവിടെ ഒരു വൃദ്ധനായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഇപ്പോ നീ ആയോ? ആ ചേട്ടാ, അതെന്റെ അമ്മായിയച്ഛനായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഓ, ആണോ? അയ്യോ, അത് വളരെ കഷ്ടമായല്ലോ. പോട്ടെ, അദ്ദേഹത്തിന്റെ ഓർമ്മകളൊക്കെ നീ കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാ. അദ്ദേഹത്തിന്റെ ജോലിയും ചെയ്യുന്നു. പോകെ പോകെ അച്ഛനുണ്ടായിരുന്ന സമയത്തെ കസ്റ്റമേഴ്സൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. സന്ദീപിന്റെ ജോലി നടന്നു. ഇപ്പൊ അവർക്ക് നല്ല വരുമാനം ഉണ്ടായി തുടങ്ങി. സുനിതയ്ക്ക് ഇതെല്ലാം കണ്ട് കുശുമ്പാവാനും തുടങ്ങിയായിരുന്നു. രണ്ടുപേരും സന്തോഷിക്കണ കണ്ട് അവൾക്ക് സഹിച്ചില്ല. അവൾക്ക് അവർക്കൊരു പണി കൊടുക്കണമെന്നായിരുന്നു. അവൾ ഒരു ദിവസം സന്ദീപിന്റെ തട്ടുകടയിൽ വന്നു. ആ സമയത്ത് കുറച്ച് കസ്റ്റമേഴ്സ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ ചേട്ടത്തിയോ, വരൂ വരൂ.
ആ നീ ഏതോ പുതിയ കച്ചവടം തുടങ്ങിയെന്നറിഞ്ഞപ്പോ ഒന്ന് കാണാൻ വന്നതാ. മട്ടർ പനീരും പൂരിന്റെ മണം നല്ലോണം വരുന്നുണ്ട്. നല്ല കൊതിയാവുന്നു, വിശക്കുന്നുണ്ട്. അതിനെന്താ ചേട്ടത്തി, ഒരു പ്ലേറ്റ് ചേട്ടത്തിക്കും തരാം. സന്ദീപ് സന്തോഷത്തോടെ ചേട്ടത്തിക്ക് വേണ്ടി ഒരു പ്ലേറ്റ് എടുത്തു കൊടുത്തു. അപ്പോഴേക്ക് സുനിത അവളുടെ പേഴ്സിൽ നിന്നും ചത്തൊരു പല്ലി എടുത്ത് ആ മട്ടർ പനീർ കറിന്റെ അകത്തിട്ട് ഒച്ച വെച്ചു. മട്ടർ പനീരിൽ ദാ ചത്ത പല്ലി കിടക്കുന്നു. വിഷമുള്ള മട്ടർ പനീറാണോ ഇത്? അയ്യോ, ആരും കഴിക്കല്ലേ, ഈ മട്ടർ പനീറില് വിഷമുണ്ട്, വിഷം. ഇതെന്തോന്ന് മട്ടർ പനീർക്കാരനാ, ഞങ്ങളെ കൊല്ലാൻ നോക്കിയതാല്ലേ? നോക്കിയും കണ്ടുണ്ടാക്കിക്കൂടെ? ഒരു വൃത്തിയില്ല, ഒന്നുമില്ല. മട്ടർ പനീറിൽ പല്ലി വീഴ്ത്തി. ഇയാളെ കുറിച്ച് നമുക്ക് പോലീസ് സ്റ്റേഷനിലെ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. അതെ, എല്ലാരും വന്നേ ഒരു വീഡിയോ ഉണ്ടാക്കി നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. സുനിത ചേട്ടത്തി, എനിക്കറിയാം നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ഭർത്താവിന്റെ അനിയനല്ലേ, നിങ്ങൾ എന്നോട് ഇത് ചെയ്തു അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നല്ല വൃത്തിയായിട്ടാണ് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കുന്നത്. എന്റെ ഭാര്യ ഇതെല്ലാം നോക്കിയും കണ്ടുമാണ് ചെയ്യുന്നത്. പച്ചക്കറി എല്ലാം നന്നായി കഴുകും. എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ തെറ്റ് വരില്ല. അപ്പോഴേക്കും അവിടെ ശിഖ എത്തുകയും ചെയ്യും. സന്ദീപിനെ എല്ലാരും കൂടെ ചേർന്ന് അടിക്കുകയായിരുന്നു. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഞാൻ ഇതിന് കൂട്ടു നിക്കത്തില്ല. നിന്റെ തെറ്റ് മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, മട്ടർ പനീറിലെ പല്ലിയുണ്ട്. ചേട്ടത്തി ഇത് എന്താ പറയണേ? ഇത്രയെങ്കിലും നാണമില്ലേ? എന്റെ ഭർത്താവിനെ നിങ്ങൾ കള്ളനാക്കാൻ നോക്കിയാ, ജോലി കളയിപ്പിക്കാൻ വേണ്ടി. ആ പല്ലി ഒന്ന് കാണിച്ചേ, ഏത് പല്ലിയാന്ന് ഞാനൊന്ന് കാണട്ടെ. ശിഖ ഇങ്ങനെ പറഞ്ഞപ്പോ സുനിത ഒന്ന് പേടിച്ചുപോയി. കാരണം അവളാണല്ലോ അതിൽ പല്ലിയിട്ടത്. അതെങ്ങനെ അവൾ കയ്യിലെടുക്കും? ആൾക്കാർക്ക് സത്യം അറിയില്ലല്ലോ. സുനിത മട്ടർ പനീറിലിട്ട പല്ലി ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ പല്ലിയെ പോലെ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് പല്ലിയായിരുന്നു. ഓ, ഇതിപ്പോ കണ്ടിട്ട് എന്തിനാണ്? ദാ എന്റെ പാത്രത്തിലുണ്ട്, ഞാൻ ഇത് കളഞ്ഞേക്കാം. ദൂരത്തുനിന്ന് കണ്ടാ മതി, ഇല്ലെങ്കിൽ വിഷം എല്ലാത്തിലും പടരും. ഇല്ല ഇല്ല, നിങ്ങൾ പറഞ്ഞതിൽ കൂടുതൽ വിഷം വേറെ ഒന്നിനുമില്ല. ഞാനിത് കയ്യിലെടുത്ത് എന്തായാലും നോക്കും. ശിഖ ഒരു പേടിയുമില്ലാതെ തന്നെ ആ പാത്രത്തിൽ നിന്ന് പല്ലി എടുത്ത് കയ്യിൽ വെക്കും. സത്യം എല്ലാവരുടെ മുമ്പിൽ. ഇത് കണ്ടില്ലേ, ഈ പല്ലി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കളിപ്പാട്ടെ, യഥാർത്ഥ പല്ലിയെ വെല്ലുന്ന സാധനം. നിങ്ങളും എല്ലാരും ഇതൊന്ന് കൈയെടുത്ത് നോക്കൂ. പേടിക്കണ്ട, ഇത് കളിപ്പാട്ടാ. അയ്യോ, ശരിയാണല്ലോ, ഇത് കളിക്കുന്ന പല്ലിയാണല്ലോ. അപ്പൊ ഈ സ്ത്രീ കള്ളം പറഞ്ഞതായിരുന്നല്ലേ? ഈ സത്യസന്ധനും പാവപ്പെട്ടവനായ ചേട്ടനെ കള്ളനാക്കാൻ നോക്കിയതല്ലേ? അതെ, നിങ്ങൾ പറഞ്ഞ സത്യ. ഇതെന്റെ ചേട്ടത്തിയാണ്. ഞങ്ങൾ സന്തോഷിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ നന്നായി ജോലി ചെയ്യുന്നതൊന്നും ഇവർക്ക് പിടിക്കുന്നില്ല, അതിന് ചെയ്തതാ ഇവര്. എന്നാ പിന്നെ ഇവരെ പോലീസിലങ്ങ് ഏൽപ്പിച്ചാലോ? ഇവര് നിങ്ങളുടെ കഞ്ഞി പാറ്റയിടാൻ നോക്കില്ലേ? നിങ്ങൾ ഇതിന്ന് തെളിയിച്ചില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ ഇന്ന് പോലീസ് കൊണ്ടുപോയേനെ. സുനിത ചേട്ടത്തി, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിനെ വിളിപ്പിക്കാം. പക്ഷെ ഞാൻ നിങ്ങളെപ്പോലെ അല്ലാത്തോണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇവിടുന്ന് വേഗം പോയിക്കോ. ഇതിനുശേഷം ഇനി ഞങ്ങളുടെ കൺമുമ്പത്ത് പോലും കണ്ടുപോല്. ശിഖ പറയുന്നത് ശരിയാണ്. ഇത്തരം പണി ചെയ്യുന്ന നിങ്ങളെ ബന്ധങ്ങളുടെ വില അറിയാത്തവരാണ്. ചേട്ടത്തിന്ന് വിളിക്കാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. നിങ്ങളുമായി ഇനി ഞങ്ങൾക്ക് ബന്ധമില്ല. സുനിത ഒന്നും മിണ്ടിയില്ല. ചെയ്ത തെറ്റും ആലോചിച്ച് സുനിത അവിടെ നിന്നൊന്നും മിണ്ടാതെ അങ്ങ് പോയി. ആ ദിവസത്തിന് ശേഷം സന്ദീപും ശിഖയും ചേട്ടത്തിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. രണ്ടുപേരും നന്നായി തന്നെ അവരുടെ കട മുമ്പോട്ട് കൊണ്ടുപോയി. Thanks for watching.